നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മണ്ണ് പരിശോധിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. കൃഷിയിടത്തെ മുഴുവൻ പ്രതിനിധീകരിക്കുന്ന മണ്ണ് സാമ്പിൾ മാത്രം ശേഖരിക്കുക. കൃഷിയിടത്തിൽ പലയിടങ്ങളിൽ നിന്നായി കൃഷിയിടത്തിൻ്റെ വലിപ്പമനുസരിച്ച് 10 മുതൽ 15 സ്ഥലങ്ങളിലെ മണ്ണ് ശേഖരിച്ച് സാമ്പിൾ ശേഖരിക്കണം. ഒരു ഏക്കറിന് ഏകദേശം 10 ഭാഗങ്ങളിൽ നിന്ന് എന്ന കണക്കിലെങ്കിലും മണ്ണ് ശേഖരിക്കണം. അടുത്ത കാലത്ത് രാസവളങ്ങളോ ജൈവവളങ്ങളോ ചേർത്ത ഭാഗം, മഴവെള്ളം സ്ഥിരമായി കെട്ടിക്കിടക്കുന്ന ഭാഗം, ചതുപ്പ് ഭാഗം, കമ്പോസ്റ്റ് കുഴി, ചാണകക്കുഴി, വലിയ വേരുള്ള ഭാഗം എന്നിവയുടെ അടുത്തു നിന്ന് മണ്ണ് ശേഖരിക്കാൻ പാടില്ല. സ്ഥലം കണ്ടെത്തി മുകൾ ഭാഗത്തെ കളകൾ, കല്ലുകൾ എന്നിവ നീക്കി വൃത്തിയാക്കി ഇംഗ്ലീഷ് അക്ഷരമായ വി ആകൃതിയിൽ മൺവെട്ടി ഉപയോഗിച്ച് മണ്ണ് വെട്ടണം. വി ആകൃതിയിൽ വെട്ടിയ ഭാഗത്ത് മുകൾ ഭാഗത്തുള്ള മണ്ണ് നീക്കിയ ശേഷം നിശ്ചിത ആഴത്തിൽ മണ്ണ് ചുരണ്ടിയെടുക്കണം. 1 ഇഞ്ച് വീതിയിലാണ് മണ്ണ് വെട്ടിയെടുക്കേണ്ടത്. ഹ്രസ്വകാല വിളകൾ കൃഷി ഇറക്കി വരുന്ന തോട്ടങ്ങളിൽ നിന്ന് മണ്ണിൽ നിന്നും 1 അടി താഴ്ചയിൽ നിന്നും, ദീർഘകാല വിളകൾ കൃഷി ചെയ്യുന്ന ഭാഗത്തു നിന്നും 1.5 അടി താഴ്ചയിലുമാണ് മണ്ണ് ശേഖരിക്കേണ്ടത്. വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നും ശേഖരിച്ച സാമ്പിൾ ഒരു പോളിത്തീൻ ഷീറ്റിലോ നല്ല വൃത്തിയുള്ള തുണിയിലോ ഇട്ടതിനു ശേഷം മണ്ണിലെ കല്ല്, കളകളുടെ വിത്ത്, വേരിൻ്റെ ഭാഗം എന്നിവ കളയണം. സമചതുരത്തിൽ മണ്ണ് സാമ്പിൾ നിരത്തി 4 ആക്കി തിരിച്ച് എതിർഭാഗത്തുള്ള ഭാഗം നീക്കണം. ഇങ്ങനെ പല പ്രാവശ്യം എതിർഭാഗം നീക്കി 1/2 കിലോഗ്രാം മണ്ണ് സാമ്പിൾ മാത്രം തണലിലുണക്കി ആവശ്യമായ വിവരങ്ങൾ അടങ്ങിയ കുറിപ്പ് സഹിതം ലാബുകളിൽ എത്തിക്കണം. കൃഷിക്കാരൻ്റെ പേര്, അഡ്രസ്, ഫോൺ നമ്പർ, വില്ലേജ്, പഞ്ചായത്ത്, സ്ഥല സർവേ നമ്പർ, വിസ്തൃതി, പുരയിടമോ വയലോ എന്ന വിവരം, ഇപ്പോൾ കൃഷി ചെയ്തു വരുന്ന വിളകൾ എന്നിവയ്ക്ക് പുറമെ നടത്തേണ്ട പരിശോധനകളുടെ കാര്യവും കുറിപ്പിൽ ഉണ്ടാവണം. എന്തിനാണ് മണ്ണ് പരിശോധിക്കേണ്ടത്? ഓരോ പ്രദേശത്തെയും മണ്ണിൻ്റെ ഫലപുഷ്ടി അനുസരിച്ച് വിളകൾക്ക് ലഭ്യമാകുന്ന സസ്യപോഷകങ്ങളുടെ അളവ് നിർണ്ണയിക്കുകയാണ് മണ്ണ് പരിശോധന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സസ്യപോഷകങ്ങളെപ്പോലെ തന്നെ മണ്ണിൻ്റെ ഫലപുഷ്ടി നിർണ്ണയിക്കുന്ന മറ്റൊരു ഘടകമാണ് അതിൻ്റെ pH. pH സൂചിക 7-ൽ താഴെയായിരിക്കുമ്പോൾ അത് അമ്ലഗുണമുള്ളതും ഇത് 7-ൽ കൂടുമ്പോൾ ക്ഷാരഗുണമുള്ളതുമാകും. മണ്ണിൻ്റെ അമ്ലത അളക്കാനുള്ള സൂചികയാണ് pH. ഇത് ക്രമീകരിക്കാൻ കുമ്മായ വസ്തുക്കൾ എത്രത്തോളം ആവശ്യമുണ്ടെന്ന് മണ്ണ് പരിശോധനയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. മണ്ണിൽ കുമ്മായം ചേർക്കുന്നതിന് മുമ്പ് മണ്ണ് പരിശോധന നടത്തണം. മണ്ണിൻ്റെ pH 6.5-നും 7-നും ഇടയിലാണ് വിളകൾക്ക് നല്ലത്. തുലാവർഷത്തിൻ്റെയോ ഇടവപ്പാതിയിലെയോ തുടക്കത്തിലാണ് മണ്ണിൽ കുമ്മായം ചേർക്കേണ്ടത്. കുമ്മായം ചേർത്ത് കഴിഞ്ഞതിന് ശേഷം പൊടിമഴ കിട്ടിയാൽ മണ്ണുമായി കുമ്മായം പെട്ടെന്ന് യോജിക്കും. എന്നാൽ കുമ്മായം ചേർത്തതിനു ശേഷം കൃഷിയിടത്തിൽ മഴക്കാലത്ത് മണ്ണൊലിപ്പുണ്ടാകരുത്. ഈർപ്പം നിലനിൽക്കുന്ന മണ്ണാണെങ്കിൽ ഏത് കാലത്തും മണ്ണിൽ കുമ്മായം ചേർക്കാം. pH മൂല്യവുമായി ബന്ധപ്പെടുത്തിയാണ് എല്ലായ്പ്പോഴും കുമ്മായം ചേർക്കേണ്ടത്. നിർദ്ദേശിക്കപ്പെട്ട അളവിൽ മാത്രമേ കുമ്മായം ചേർക്കാവൂ. കൂടുതൽ ചേർത്താൽ മണ്ണിൻ്റെ പൊട്ടാസ്യത്തിൻ്റെ അളവ് കുറയും. മാത്രമല്ല, അളവ് കൂടിയാൽ ഫോസ്ഫറസ്, ബോറോൺ, ഇരുമ്പ്, മഗ്നീഷ്യം, കോപ്പർ, സിങ്ക് എന്നിവയുടെ മൂലകങ്ങളുടെ അളവും കുറയും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഗുണപരമായെന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.